ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അതിന് മുൻപ് തന്നെ ഞാൻ പറയാം, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ ഇത്രയും ടെൻഷൻ അടിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്ന എൻ്റെ എല്ലാ റിവ്യൂ വീഡിയോസും നിങ്ങൾക്കറിയാം, കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ അത്രയും 100% ജെന്യൂൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. എത്ര നാളെടുത്താലും ഞാൻ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ പൊതുവേ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സുകളും പകുതി ഇപ്പം ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സുകൾ അത് അത്യാവശ്യം മോശമാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ നൈസായിട്ട് അത് ഒഴിവാക്കലാണ് പതിവ്. അല്ലെങ്കിൽ അത് അത്രയും പോപ്പുലർ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന സംഭവമൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് ഇടത്തുള്ളൂ. എന്നാലും അതിൻ്റെ നല്ല കാര്യങ്ങളും പറയും. സെയിം ടൈം അതിൻ്റെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് ഇത് റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചതാണ്. ആദ്യത്തെ സമയത്ത് എനിക്ക് അത് അത്ര നല്ല റിസൾട്ട് കിട്ടിയില്ല. നല്ല റിസൾട്ട് മീൻസ് എനിക്ക് അതിൻ്റെ ഒരു എനിക്ക് പറ്റാത്ത രീതിയിൽ എനിക്ക് വർക്കായി. ദെൻ രണ്ടാമതും സെയിം, മൂന്നാമതും സെയിം, എന്നാൽ അതിന് ഗുണമുണ്ട് താനും. അപ്പം എനിക്ക് കൺഫ്യൂഷനായി, എങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് പറയണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടായി. അപ്പം അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ ജഡ്ജ് ചെയ്ത് കളയരുത്. എൻ്റെ കയ്യിലുള്ളത് ബി ബ്ലെൻഡിൻ്റെ 7-in-1 റിപ്പയർ റിവൈവ് ഹെയർ മാസ്ക് ആണ്. ഇത് ആക്ച്വലി സ്പീക്കിംഗ് വളരെ നല്ലൊരു മാസ്ക് ആണ്. പക്ഷെ എനിക്കറിയില്ല ഇനി എൻ്റെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇത് എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാക്കി. പക്ഷേ ഇതുവരെ ഇതിനകത്ത് ക്ലെയിം ചെയ്യുന്നില്ല ഹെയർ ഫോളിനെ കുറയ്ക്കും അല്ലെങ്കിൽ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യുമെന്ന് ഇവർ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ തെറ്റ് പറയാനും പറ്റത്തില്ല. മനസ്സിലായി? എൻ്റെ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. അതായത് ആക്ച്വലി ഇവർ 7 കാര്യങ്ങൾ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇവർ ഹെയർ ഫോളിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായി. അതാണ് എൻ്റെ പ്രശ്നം. മനസ്സിലായോ? അപ്പൊ എനിക്ക് സത്യത്തിൽ ഇത് ഇഷ്ടമാണ്. ഈ ഹെയർ ഫാൾ കണ്ടമാനം ഹെയർ അങ്ങ് പോകുന്നുണ്ടെങ്കിലും എനിക്കിത് ഉപയോഗിക്കാൻ ഇഷ്ടവുമാണ്. അതാണ് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ ആയത്. ഇത് പറയണോ വേണ്ടേ എന്നുള്ള സാധനം എനിക്ക് ശരിക്കും വന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞ് ഇവർ ചെയ്യണ കുറെ ശരിക്കും പറഞ്ഞാൽ പറയുന്നുണ്ടോ തോന്നല്ലേ, ഒഴിവാക്കാം. ഡ്രൈനെസ്, ബ്രേക്കേജസ്, സ്പ്ലിറ്റൻസ്, ഫ്രിസിനെസ്, ഡൾനെസ്, തിന്നിങ്, സൺ ഡാമേജ്, ഇത്രയും കാര്യങ്ങളാണ് ഇവര് റിപ്പയർ ചെയ്യും എന്ന് പറയുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ്, ഇതാണ് എനിക്കിഷ്ടമാണ് പേഴ്സണലി. ഈ സാധനം ഹെയർ മാസ്കുകൾ എനിക്കിഷ്ടമാണ്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു പരിപാടിക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ നല്ല അലമ്പായിട്ടിരിക്കുവാണ്, ഒരു കണ്ടീഷണറൊക്കെ ചെയ്ത് പോയാലും അത്യാവശ്യം നല്ല രീതിക്കൊക്കെ കിടക്കും എന്നുണ്ടെങ്കിലും എൻ്റെ മുടി ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. ഞാൻ ഹെയർ കളർ ചെയ്തേ പിന്നെ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്താൽ മാത്രമേ എൻ്റെ മുടി അത്യാവശ്യം എനിക്ക് ഇരിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിന്റെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കോംബോ പാക്ക് ഓഫർ വന്ന സമയത്ത് ഇതിന്റെ ഷാമ്പൂവും മാസ്കും കൂടെ ഞാൻ ഒന്നിച്ചാണ് മേടിച്ചത്. ഷാമ്പൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഷാമ്പൂ, നല്ല ഷാമ്പൂ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 499 രൂപ കേട്ടോ. അതിനെ നമുക്ക് കുറ്റം പറയാൻ ഒരു പരിധി വരെ ഇത് അഫോർഡബിളും ആണ്. 499 രൂപയ്ക്ക് ഒരു എന്തോരം ഉണ്ട്, ഇത്രയും നല്ലൊരു 250 ഗ്രാം ഉണ്ട്. ഈ ഒരു പാക്കേജ് കിട്ടുക എന്ന് പറയുന്നതും, നല്ലൊരു ബ്രാൻഡിന്റെ പാക്കേജ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. സെയിം ടൈം ഓരോരുത്തരുടെയും ഹെയർ എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ എൻ്റെ ഹെയർ വന്നിട്ട് ചിലപ്പോൾ ഡ്രൈ ആയതുകൊണ്ടാവാം ഹെയർ ഫോൾ ഉണ്ടായത്. അല്ലെങ്കിൽ ഈ ഹെയർ മാസ്ക് എന്നൊക്കെ പറയുന്ന സാധനം നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ നമ്മുടെ തലയിൽ, നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലും ഒക്കെ നല്ല രീതിയിൽ മസാജ് കൊടുത്ത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നോ. അതുകൊണ്ട് അത് ചെയ്താലാണ് ആ ഹെയർ മാസ്കിന് അല്ലെങ്കിൽ സ്പായ്ക്കൊക്കെ ഒരു ഗുണം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഞാൻ അങ്ങനെ വെക്കുന്നത് കൊണ്ട് എൻ്റെ മുടിക്ക് അല്ലെങ്കിൽ എൻ്റെ സ്കാൽപ്പിന് അത് ഓക്കെ അല്ലാത്തത് കൊണ്ടാവാം എനിക്ക് ഹെയർ ഒക്കെ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഒരു നോർമൽ ഹെയർ മുടി കൊഴിയുന്നതിന്, ഹെയർ ഫോളിന് ഞാൻ അങ്ങനെ ഒരു ഹെയർ ഫോൾ കണ്ടീഷനായി അല്ലെങ്കിൽ അതൊരു ഓക്കെ എനിക്ക് ഹെയർ ഫോൾ ഉണ്ട് എന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറില്ല. മെയിനായിട്ടും പലർക്കും അറിയത്തില്ല, ഒരു 2-3 മുടി നമ്മൾ മുടി നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്ത് ഒരു 10 മുടിയൊക്കെ നമ്മുടെ ചീപ്പിൽ കാണുമ്പോൾ അയ്യോ എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോവാണെന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്കറിയാം നമ്മുടെ ഹെയർ ഒരു മെച്ചൂർ ടൈമിൽ അത് ഓരോരോ മുടിയും മെച്ചൂർഡ് ആകുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോകും. അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാനെന്ന് വെച്ചാൽ ചിലപ്പം ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും മാക്സിമം എണ്ണ വെക്കുന്നത്. ആ സമയത്ത് എൻ്റെ നോർമലി കൊഴിയുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് മുടി പോകുമായിരിക്കും. കാരണം നമ്മളൊന്ന് മസാജൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോകാനിരിക്കുന്ന മുടിയെല്ലാം അപ്പം അങ്ങ്
പോകും. മെച്ചൂർഡായിട്ട് ഓൾറെഡി ഇരിക്കുന്ന മുടിയെല്ലാം അങ്ങ് പോകും. അതെനിക്ക് ഓക്കെയാണ്. ഷാമ്പു ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം മുടി കൊഴിയും, ഇതൊക്കെ നോർമലാണ്. പക്ഷെ നമുക്കൊരു ഹെയർ ഫോൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കൊരു പെർട്ടിക്കുലർ, ഇപ്പൊ നമുക്ക് നോർമൽ ആയിട്ട് കുറച്ച് മുടി പോകുന്നുണ്ട്, ഒരു 10-20 മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതിലുപരി നമുക്ക് ഭയങ്കരമായിട്ട് മുടി അങ്ങ്, നമ്മുടെ ഈ മുടി കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇനി ഇങ്ങനെ പോയ ഒരു 3 ദിവസത്തിൽ നമ്മൾ മുട്ടയാകും എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ഹെയർ ഫോൾ എന്ന് പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത് ഈ സാധനം യൂസ് ചെയ്തപ്പോഴാണ്. കണ്ടമാനം എന്ന് വെച്ചാൽ എടുത്തു വെച്ച് നോക്കിയാൽ 100 മുടി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. 100 മുടിയിൽ കൂടുതൽ അല്ലെങ്കിൽ 100 മുടി കൊഴിയുന്നത് വരെ നോർമൽ ആണെന്നാണ് പറയുന്നത്, ഹെയർ ഫോൾ അല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. ഇതൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. പൊതുവെ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ 100 മുടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഷാമ്പു ചെയ്യുന്നതിനേക്കാളും ഒരു എണ്ണ തേച്ചിട്ട് നമ്മൾ തലമുടി ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ മുടി കൊഴിഞ്ഞത്, എനിക്ക് അങ്ങനെ ഹെയർ ഫോൾ ഉള്ള ഒരാളല്ല ഈ സാധനം യൂസ് ചെയ്തപ്പോഴാണ്. പക്ഷെ എനിക്കിത് നിർത്താനും പറ്റുന്നില്ല. കാരണം ഇത് നല്ല രസമാണ്. ഇവർ ഈ പറയണ ബാക്കി കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്, 7 കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ കൂടുതൽ ഒരു കോംപ്ലിമെന്ററി പോലെ ഹെയർ ഫോളും കൂടെ വന്നു. അപ്പം ആക്ച്വലി ഇതെനിക്ക് റിപ്പയർ ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഉള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ മുടി നല്ല ഡ്രൈ ആണ്. ബിക്കോസ് ഓഫ് ഞാൻ ഹെയർ കളർ ചെയ്തപ്പോൾ കുറച്ച് എൻ്റെ ഹെയർ നല്ല ഡാമേജ് ആയി. സോ എൻ്റെ മുടി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു, പക്ഷെ അത് നല്ല ഡാമേജ്ഡായിട്ട് ഇപ്പം നല്ല ഫ്രിസി ആയിട്ട് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. കണ്ടോ, കളറൊക്കെ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കാണുമ്പോൾ കുറച്ച് നേരിട്ട് കാണുമ്പോൾ കുറച്ച് അൽമാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എനിവേസ്, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട്. എനിക്ക് ഭയങ്കര ഡ്രൈ ആയി. പക്ഷേ ആ ഡ്രൈനെസ്സിനെതിരെ ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഹെയർ കളർ കുറച്ച് ചിലപ്പോൾ ഫെയ്ഡ് ആക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹെയർ കളർ ചെയ്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ കളർ പോയാലും വലിയ സീനൊന്നുമില്ല. അതുപോലെ ഡൾനെസ് മാറ്റുന്നുണ്ട്, തിന്നിങ്, സൺ ഡാമേജ്, ഡ്രൈനെസ്, ബ്രേക്ക്, ഇതങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവർ നല്ലതാണ്. കാരണം നമുക്ക് ഹെയർ മാസ്ക് ഒക്കെ ഇടുന്ന സമയത്ത് 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് നല്ല മുടി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ. ഇപ്പൊ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടും എന്നാൽ ഒന്ന് നൈസായി ഒന്ന് സട്ടിൽ ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സാധനം ഏറ്റവും കൂടുതൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന റിവ്യൂ ആക്ച്വലി ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാണ്ടിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്താ ഐഡിയ ഇല്ല ഞാൻ എന്താ പറയുന്നതെന്നാ. അപ്പൊ ഇതാണ് സംഭവം. എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായതിൽ എനിക്ക് ബുദ്ധിമുട്ടും ഉണ്ട്, എന്നാൽ എനിക്ക് ഈ സാധനം ഇഷ്ടവുമാണ്. അതാണ് എൻ്റെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് ഈ വന്ന പ്രശ്നം, നിങ്ങൾക്ക് ഇങ്ങനെ മുടി കൊഴിഞ്ഞതായിട്ട് ഫീൽ ചെയ്തോ എന്നുള്ളത് നിങ്ങൾ പറയാം. സെയിം ടൈം നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഓരോരുത്തരുടെയും ഹെയറിന്റെ രീതി ഡിഫറെന്റ് ആണല്ലോ. ഓരോ പ്രൊഡക്റ്റ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പൊ മേ ബി നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 7 കാര്യം ഇവർ പക്ക ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഹെയർ ഫോൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിന് ഈ സാധനം വേർത്തുമാണ്. അപ്പോൾ ഞാനിത് ഇവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. കുറേ നാളായി മേടിച്ചിട്ട്. ഇത്രയും സാധനം, അതായത് അയ്യോ തിരിച്ചതിൻ്റെ അപ്പുറത്തൊക്കെ ആയിരുന്നു, ഭാഗ്യമേത്ത് വിടില്ല. അതായത് എന്താ ഇതിൻ്റെ പകുതി ഭാഗം തീർന്നു, അത്രയും ഉപയോഗിച്ചു ഞാൻ. ഇതിൻ്റെ ക്രീം ഇങ്ങനെ വെടി വന്നു. ഇതിൻ്റെ മണം ഒരു രക്ഷയിലാട്ടെ, ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞിറങ്ങിയ ബാത്റൂമിലൊക്കെ നല്ല മണമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്. ഭയങ്കര ഒരു റിഫ്രഷിങ് സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്മെല്ല്. ഇതിൻ്റെ ഷാമ്പൂവിനും ഏതാണ്ട് ഇതുപോലത്തെ തന്നെ ഒരു സ്മെല്ലാണ്. നമ്മൾ ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞാലും മാസ്ക് ഇട്ട് കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ മുടിക്കൊക്കെ ആ സ്മെല്ല് ഇങ്ങനെ നിൽക്കും. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ധൈര്യം ഉണ്ട് നിങ്ങളുടെ ഹെയർ ഫോൾ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തു. ഓൾറെഡി ഉണ്ടെങ്കിൽ ഇപ്പം ഇതിന് തെറ്റ് പറയാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഇല്ലാത്ത ആൾക്കാരാണ് ഹെയർ ഫോൾ ഒന്നും എനിക്ക് പ്രശ്നമല്ല, മുടി അടിപൊളിയായിട്ട് നിന്നാൽ മതി, ഫംഗ്ഷനൊക്കെ മുൻപ് ഇത് അടിപൊളിയാണ് കേട്ടോ, മുടി അടിപൊളിയായിട്ട് കിടക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ചിൽഡ്രൻ ബൈ.